ചോദിച്ചിട്ടുണ്ടായിരുന്നു അനി അനാമികനെയാണോ വിവാഹം കഴിക്കുക അതോ നന്ദുവിനെയാണോ എന്ന്. ശരിക്കും തമിഴ്, കന്നഡ, തെലുങ്ക് അങ്ങനെ ഹിന്ദി തുടങ്ങിയ എല്ലാ ലാംഗ്വേജിലും അനി വിവാഹം കഴിക്കുന്നത് അനാമികയെ തന്നെയാണ് കേട്ടോ, നന്ദുവിനെ അല്ല. വിവാഹ ദിവസത്തിലൊക്കെ വലിയ വലിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷമാണ് അനിയും അനാമികയുമായിട്ടുള്ള വിവാഹം നടക്കുന്നത്. മറ്റെല്ലാ സീരീസിലും തന്നെ അനിക്ക് നന്ദുവിനെ ഇഷ്ടമില്ലായിരുന്നു കേട്ടോ. ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമായിരുന്നു, നന്ദുവിന് മാത്രമായിരുന്നു അങ്ങോട്ടൊരു പ്രണയം. മലയാളത്തിലേക്ക് വന്നപ്പോഴാണ് അത് കുറച്ച് ചേഞ്ച് ആയിട്ട് നന്ദുവിനെ അനിക്കും കൂടി ഇഷ്ടമാകുന്നത്. അതുകൊണ്ടാണ് കാര്യങ്ങൾ ഈ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെ കുഴഞ്ഞു മറന്നിട്ടോ. അങ്ങനെ വിവാഹമൊക്കെ കഴിയുന്നുണ്ട്. അനാമിക രണ്ടും കൽപ്പിച്ചാണ് അനന്തപുരിയിലേക്ക് വന്നിട്ടുള്ളത്. നന്ദുവിനെ അങ്ങോട്ടേക്ക് അടുപ്പിക്കില്ല, അതുപോലെ തന്നെ നയനെയും നവ്യനെയും അവിടുന്ന് അടിച്ചിറക്കി വിടും. അതുപോലെ തന്നെ അനിക്ക് കൊടുത്തിട്ടുള്ള 3 ബ്രാഞ്ചസിന്റെ ചുമതലയും അവൾ ഏറ്റെടുക്കും. അതിന്റെ പിന്നാലെ അവളുടെ കുടുംബത്തെയും കൂടെ അതിൽ ഉൾപ്പെടുത്തി എങ്ങനെയെങ്കിലും ആ 3 ബ്രാഞ്ചസ് അവരുടെ പേരിലാക്കണം. ഇതൊക്കെയാണ് അനാമികയുടെ ലക്ഷ്യങ്ങൾ. ഈ ഒരു ലക്ഷ്യത്തോടുകൂടിയാണ് അനാമിക ആ വീട്ടിലേക്ക് കാലുത്തുന്നത്. എങ്ങനെയെങ്കിലും അനിയുടെ മനസ്സിൽ നിന്നും നന്ദുവിനെ പടിയിറക്കിയിട്ടിട്ട് ആ സ്ഥാനത്തേക്ക് തനിക്ക് കടന്നു കയറണം. അങ്ങനെ അനിയനെ കൊണ്ട് തന്നെ നയനെയൊക്കെ അവിടുന്ന് പടിയിറക്കി വിടാനുള്ള എല്ലാ പദ്ധതികളും ചെയ്യണം. അതിന് കൂട്ടായിട്ട് ജലജേനെയും ജാനകിനെയും കൂടി അനാമിക പിടിക്കുന്നുണ്ട്. അങ്ങനെ അനാമിക ജോലിയൊന്നും ചെയ്യില്ല കേട്ടോ. എപ്പോഴും ഇങ്ങനെ പുസ്തകമൊക്കെ വായിച്ച് അല്ലെങ്കിൽ ഫോണിലൊക്കെ നോക്കി ഇങ്ങനെ ഒരേ ഇരിപ്പിരിക്കായിരിക്കും. നയനിയാണെങ്കിൽ അടുക്കളയിൽ കിടന്ന് പാടുപെടുകയായിരിക്കും കേട്ടോ. കഴിക്കാൻ സമയമാകുമ്പോഴേക്കും കൃത്യമായിട്ട് വന്നിരിക്കും. അങ്ങനെ ഒരു മോർണിംഗിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എല്ലാവരും കൂടി ഹാളിലേക്ക് വന്നിരിക്കുന്നുണ്ട്. ഡെസ്കിൽ വന്നിരിക്കുകയാണ്. ഈ സമയത്ത് നയന ഇങ്ങനെ എല്ലാവർക്കും സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ബാക്കി എല്ലാവരും വന്നിരിക്കുകയാണ്. നയനയും ലക്ഷ്മിയും മാത്രമാണ് സേവ് സെർവ് ചെയ്യുന്നട്ടോ. ഈ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, നയന നീ എന്താ നിൽക്കുന്നത്, നീ കൂടി ഇവിടെ വന്നിരിക്കുക. നയന പറയുന്നുണ്ട്, വേണ്ട ആദർശേട്ടാ, ഞാൻ വിളമ്പിക്കോളാം, നിങ്ങൾ കഴിച്ചതിന് ശേഷം ഞാൻ ഇരുന്നോളാം എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ്, പണ്ട് നയനയ്ക്ക് കൂട്ടായിട്ട് ജാനകി ഉണ്ടായിരുന്നു, ഇപ്പൊ ജാനകി ഇല്ല. നയനോട് ഒറ്റയ്ക്കിരുന്ന് കഴിക്കേണ്ട മോളെ, മോൾ ഇവിടെ ഇരുന്ന് കഴിച്ചോ എന്ന് പറയാണ്. നയന ഇരിക്കാൻ തുടങ്ങുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, ദാ ഈ കാർഡ് തീർന്നു, നയനേച്ചി ഒന്ന് അടുക്കളയിൽ പോയി എടുത്തിട്ട് വരുമോ. നയന പറയുന്നുണ്ട്, ശരി മോളെ ഞാൻ കൊണ്ടുവരാന്ന് പറയാണ്. ഇത് കണ്ടിട്ട് മുത്തശ്ശനും അങ്ങനെ നമ്മുടെ ആദർശൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. നയന ഇരിക്കാൻ തുടങ്ങിയ പാടെ അവൾ പറയാണ്, ദാ ഏടത്തി ഇതും കൂടെ, ഇതും തീർന്നു അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ദേവേനെ ചോദിക്കുന്നുണ്ട്, അല്ല അനാമികെ, അടുക്കള ഇവിടെ അടുത്തല്ലേ, നിനക്ക് പോയി എടുത്താൽ എന്താ കുഴപ്പം, നയനിരുന്ന് ഭക്ഷണം കഴിക്കട്ടെ, നമ്മൾ എല്ലാരും കഴിക്കല്ലേ, അവക്കും കൂടി ഇരുന്ന് കഴിക്കണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല വല്യമ്മേ, എപ്പോഴും നയനച്ചി കഴിക്കാറില്ലല്ലോ, നയനച്ചി എപ്പോഴും ഇവിടെ പാചകം ചെയ്യാനും വിളമ്പാനൊക്കെ ആയിട്ട് നിൽക്കാറുള്ളതല്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാന്ന് പറയുന്നുണ്ട്. ഓഹോ, അപ്പൊ നിന്റെ മനസ്സിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്ന് ചോദിക്കാം കേട്ടോ ദേവയാനി. മുത്തശ്ശൻ പറയാണ്, അതിന് അവളെ തന്നെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നയനെയും നവ്യനെയും ഈ വീട്ടിലുള്ള എല്ലാവരും വേലക്കാരിപ്പോഴാണ് നടത്തുന്നത്, അതുകൊണ്ടാ വന്നു കയറിയ ആ കുട്ടിക്ക് പോലും അങ്ങനെ തോന്നിയത് എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. നവ്യ പറയുന്നുണ്ട്, അതെ മുത്തശ്ശൻ പറഞ്ഞ സത്യമായ കാര്യം തന്നെയാ. ഈ വീട്ടില് എന്റെ അമ്മായിമ്മയും നയനയുടെ അമ്മായിമ്മയും അനാമികയുടെ അമ്മായിമ്മയും എല്ലാവരും അവളെ ഒരു വേലക്കാരിയെ പോലെയല്ലേ കാണുന്നത്, അതുകൊണ്ടാ ഈ വന്ന് കയറി ഒരാഴ്ച പോലും ആകാത്ത ഇവക്ക് പോലും അവളുടെ ഇത്രയ്ക്കും പുച്ഛം എന്ന് പറയുന്നുണ്ട്. ദേവേനി പറയുന്നുണ്ട്, അങ്ങനെ ഇവിടെ ആരും പുച്ഛിക്കണ്ട, എല്ലാരും ഇവിടെ ഒരു തൂൽ പക്ഷികൾ തന്നെയാ. ഈ ഒരു വീട്ടില് ഈ അനന്തമൂർത്തിയുടെ ചിറകിന് കീഴില നമ്മളെല്ലാവരും, അത് ഓർമ്മ വേണം എന്ന് പറയുന്നുണ്ട്. അനാമിക പറയാണ്, അതിന് ഞാനിപ്പോ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ, നയനേച്ചി ഇളമെന്നുണ്ട്, ചേച്ചിയുടെ കൈകൊണ്ട് കൊണ്ട് തരണമെന്നൊരു ആഗ്രഹം പറഞ്ഞല്ലേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ദേവൻ എഴുന്നേറ്റ് പറയാണ്, എങ്കില് എനിക്കൊരാഗ്രഹമുണ്ട്, അനാമിക മോള് ഇന്ന് അത്താഴം മൊത്തം അനാമികൾ ഉണ്ടാക്കണം, എന്താ നടക്കുമെന്ന് ചോദിക്കാണ്. അയ്യോ വല്യമ്മേ, എനിക്ക് അത്രയൊന്നും അറിയില്ല. അത് സാരമില്ല, നിന്റെ അമ്മായിമ്മയെ കൂടെ കുട്ടിക്കോ, പിന്നെ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടായ അപ്പച്ചനെ കൂടെ കുട്ടിക്കോ, നിങ്ങൾ 3 കൂടെ ചെയ്താൽ മതി, ഒരാൾ തന്നെ ചെയ്യണമെന്നും ഞാൻ ഒരിക്കലും പറയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അനാമിക ഓർക്കാണ്, ഈ തള്ള എനിക്കിട്ട് ശരിക്കും പണി തരുന്ന എന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിയുന്നുണ്ട്. ഈ സമയത്ത് നവ്യ അവളുടെ പ്ലേറ്റും അടുത്തിരുന്നൊരു പ്ലേറ്റും എടുത്തോണ്ട് പോവാണ്. ദേവ്യാനാണെങ്കിലും അവൾ കഴിച്ചടുത്തിരുന്ന പ്ലേറ്റ് എടുത്തോണ്ട് പോകുന്നുണ്ട്. ആദർശ് പോലും ആദർശിന്റെ പ്ലേറ്റ് എടുക്കുകയാണ്. നയനയുടെ അങ്ങനെ ഓർത്ത് അവളുടെ പ്ലേറ്റ് എടുത്തോണ്ട് പോകുന്നുണ്ട് കേട്ടോ. ഇതേ സമയം മുത്തശ്ശൻ പ്ലേറ്റ് എടുക്കാൻ തുടങ്ങുമ്പോൾ മുത്തശ്ശി അത് മേടിച്ച് രണ്ടുപേരും ഇങ്ങോട്ട് നിന്നിട്ട് ഞാൻ മേടിച്ചോളാന്ന് പറഞ്ഞിട്ട് നയന അവരുടെ പ്ലേറ്റോടെ പോകുന്നുണ്ട്. ഇതേ സമയത്ത് അനാമിക വന്നിട്ട് അവളുടെ പ്ലേറ്റ് കൊണ്ടുപോയിട്ട് നയനയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ്, ഇതാ ഏട്ടത്തിന്ന് പറഞ്ഞിട്ട് അവൾ മാന്യമായിട്ട് അടുക്കളയിൽ പോയി കഴുകാൻ പോകുന്നുണ്ട്. എല്ലാവരും അടുക്കളയിൽ കൊണ്ട് പ്ലേറ്റ് വെച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് എല്ലാവരും കൈ കഴുകി ഹാളിലേക്ക് വരികയാണ്. എല്ലാവരും ഓരോരോ മുറികളിലൊക്കെ പോകുന്നതിന് മുമ്പ് എല്ലാവരും ഇങ്ങോട്ട് വന്നേന്ന് പറയുന്നുണ്ട്.
എല്ലാരും അങ്ങോട്ടേക്ക് നേർന്നു നിൽക്കാണ്. എന്താ അച്ഛാന്ന് ചോദിക്കുന്നുണ്ട് ദേവയാനി. എനിക്ക് പ്രത്യേകിച്ചൊരു കാര്യം എല്ലാവരോടും പറയണമെന്ന് പറയാണ്. അല്ല, ഇപ്പം എല്ലാരും കൈകഴിട്ട് വന്നല്ലോ, ആ പാത്രമൊക്കെ ആരെ കഴുകാമെന്ന് ചോദിക്കാണ്. നയന പറയുന്നുണ്ട്, മീനാക്ഷി ചേച്ചി ഉണ്ട് അച്ഛ. മുത്തശ്ശ, മീനാക്ഷി ചേച്ചി കഴുകിക്കോളും, പിന്നെ ബാക്കി ക്ലീനിങ് എല്ലാം ഞാനും ചെയ്യാം. അതിനുശേഷം ഉച്ചക്കത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്യണമല്ലോ, അതിനു മുമ്പ് അതൊക്കെ തീർക്കണമെന്ന് പറയുന്നുണ്ട്. എന്നാലേ ഇപ്പൊ ഇവിടെ മരുമക്കള് 3 പേരാ, ഏറ്റവും ചെറിയ മരുമക്കൾ വന്നു കയറി പണിയണം എന്ന് ഞാൻ പറയില്ല. പക്ഷെങ്കില് ഒരു വീട്ടില് ഒരാൾ ജീവിക്കുമ്പോൾ ആ വീട്ടിൽ നമ്മുടെ ജോലി ചെയ്യുന്ന ഉത്തരവാദിത്തം നമ്മളുടെ തന്നെയാ. അങ്ങനെ വരുമ്പം ഈ വീട്ടിലെ കൊച്ചു മരുമക്കളായിട്ട് 3 പേരാ, അനാമികയും നവ്യയും നയനയും. അതില് നവ്യ ഇപ്പൊ പ്രഗ്നന്റ് ആണ്. അവർക്ക് ഈ സമയത്ത് അധികം ജോലി ചെയ്യാൻ പറ്റില്ല. പിന്നെ മിച്ചമുള്ളത് അനാമികയും നയനയാ. അതുപോലെ തന്നെ മൂത്ത മരുമക്കള് ദേവയാനിയും ജലജയും ജാനകിയും. അങ്ങനെ 5 പേര് ഇപ്പൊ ജോലി ചെയ്യാൻ പാകത്തിനുള്ളത് ഇവിടെ ഉണ്ട്. പിന്നെ എന്റെ ഭാര്യ, അവൾക്കിപ്പോ ജോലി ചെയ്യണമെന്നും അവളെ ആരോഗ്യമൊന്നും ഇല്ല. അതുകൊണ്ട് ഈ 5 പേരും അടുക്കളയിൽ കയറിയിരിക്കണം, ഇത് എന്റെ ഓർഡർ ആണെന്ന് പറയുന്നുണ്ട്. ജാനകി ചോദിക്കാണ്, അയ്യോ അച്ഛ, അതെങ്ങനെ സാധിക്കും? അനാമിക മോളെ വിവാഹം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് കയറിയതല്ലേ ഉള്ളൂ, ഒരാഴ്ച പോലും ആയില്ലോ. അതിനു മുമ്പ് അവളെ അടുക്കളയിലേക്ക് കെട്ടി കഷ്ടപ്പെടാവോ? അത് മാത്രമല്ല, ഇവള് വീട്ടിലെങ്ങനെ വലിയ ജോലിയൊന്നും ചെയ്ത് വളർന്നോളൊന്നും അല്ല, ഇവള് വലിയ വീട്ടിലെ കുട്ടിയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് വലിയ വീട്ടിലെ കുട്ടിക്ക് എന്താ ജോലി ചെയ്തൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അതച്ഛാ, അതെങ്ങനെ സാധിക്കും എന്ന് ചോദിക്കാണ് ജാനകി. നയനയൊക്കെ ജോലി ചെയ്യുന്നുണ്ടല്ലോ, ഏത് വീട്ടിലെ കുട്ടിയാണെങ്കിലും ജോലി ചെയ്യുന്നതിന് ആർക്കും ഒരു തടസ്സത്തിന്റെ ആവശ്യമില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അവള് കഴിച്ച പ്ലേറ്റ് നയനയുടെ കയ്യിൽ കൊടുത്തിട്ടാ അവൾ പോയി കൈ കഴുകിയത്. ആ സമയത്ത് മാന്യമായിട്ട് അവള് കഴിച്ച പ്ലേറ്റ് അവൾക്കന്നെ കൊണ്ട് വെക്കാറുണ്ടല്ലോ. അവള് കഴുകിയില്ലേലും കൊണ്ട് വെക്കുന്നത് ഒരു മര്യാദയല്ലേ? അതൊക്കെയല്ലേ ഫുഡ് കഴിക്കുമ്പോൾ കാണിക്കുന്ന ഒരു മര്യാദ എന്ന് ചോദിക്കുന്നുണ്ട്. അവള് കൊച്ചു കുട്ടിയല്ലേ, ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെ എന്താ അവൾ അങ്ങനെ കാണിച്ചെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ജാനകി പറയുന്നുണ്ട്, അത് പിന്നെ ഈ വീട്ടിലെ നായനയാണല്ലോ എല്ലാ ജോലികളും ചെയ്യാറ്, അതുകൊണ്ടായിരിക്കും മോൾ അങ്ങനെ ചെയ്തത്. മോൾ വന്നിട്ട് ഒരാഴ്ചയല്ലേ ആയല്ലോ, അവൾക്കൊന്നും അങ്ങനെ മനസ്സിലാവാൻ തുടങ്ങിയിട്ടില്ലല്ലോ. അത് മാത്രമല്ല, അവള് കിച്ചൺ ഡ്യൂട്ടീസ് ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. ഇത്രയും വലിയ കൊട്ടാരത്തിലേക്ക് മരുമോളായിട്ട് വന്നു കയറിയിട്ട് അവള് ജോലി ചെയ്യണമെന്ന് പറഞ്ഞാൽ അതെന്തൊരു കഷ്ടാച്ച എന്ന് ജാനകി ചോദിക്കാണ്. കൊട്ടാരമായാലും കൂടുതലായാലും നമ്മുടെ ജോലികൾ നമ്മൾ തന്നെ ചെയ്യണം ജാനകി. ഇവിടെ നിങ്ങൾക്കൊക്കെ വേറെന്താ പണിയുള്ളത്? എല്ലാരും ചുമ്മാ ഇരിക്കല്ലേ വർത്താനവും കുശുമ്പൊക്കെ ആയിട്ട്. ഈ സമയത്ത് അടുക്കളക്കാർ ജോലി ചെയ്താൽ നിങ്ങൾക്കും അതൊരു ഉല്ലാസമാവും. അതുപോലെ തന്നെ ജോലികളും കുറയും, എല്ലാവർക്കും പരസ്പരം സംസാരിക്കുന്ന അവസരമാകും എന്നൊക്കെ പറയുന്നുണ്ട്. ജാനകി ഇപ്പൊ പല്ലിറുമിക്കൊണ്ടാട്ടോ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. മുത്തശ്ശൻ പറയുന്നുണ്ട്, പിന്നെ അനാമികയുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മോൾ വന്നിട്ട് ഒരാഴ്ചയില്ലേ ആയല്ലോ, അതിനു മുമ്പ് മോൾക്ക് ആരെയും അത്രയ്ക്ക് മനസ്സിലാവാറൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് പറയാ, നയന ഈ വീടിന്റെ വേലക്കാരിയല്ല, അത് മോക്ക് ഓർമ്മ വേണം. നിന്റെ ചേച്ചിയാ, അതായത് ഈ വീട്ടിലെ ഏറ്റവും മൂത്ത മരുമകൾ. എനിക്കും എന്റെ ഭാര്യയ്ക്ക് ശേഷം ഈ വീടും തറവാടും ഭരിക്കാൻ പോകുന്നത് ആദർശും നയനയായിരിക്കും. ആ ഒരു ഓർമ്മ എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്നതൊക്കെ ജാനകിക്ക് ദേഷ്യം വന്നിട്ട് നിൽക്കാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇനിയുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുക അവരായിരിക്കും എന്റെ കാലശേഷം. അതുകൊണ്ട് മോള് ഇപ്പൊ തന്നെ നയനനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം, നയനയായിരിക്കണം മോളുടെ വഴികാട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അവള് മനസ്സിൽ പറയാണ്, അതിനവളുടെ ഉണ്ടായിട്ട് വേണ്ടേ, എത്രയും പെട്ടെന്ന് അവളെ ഇവിടെ അടിച്ചിറക്കും, എല്ലാത്തിനും ഇവിടുന്ന് പമ്പ വരുത്തും, എന്നിട്ട് ഞാനും അനിയന്മാരിക്കും ഈ വീട്ടിൽ താമസിക്കാൻ പോകുന്നത്, പിന്നെ എന്റെ അച്ഛനും അമ്മയും എന്നൊക്കെ ഞാൻ മനസ്സിൽ കരുതുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ബാക്കി ഒരു ഭാഗങ്ങളുണ്ട്, അത് അടുത്തൊരു അപ്ലോഡ് ചെയ്യാവേ. താങ്ക്സ് ഫോർ വാച്ചിങ്.